ഹായ് എവരിവൺ, റേഡിയോ സബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹലോ, ഇന്ന് നമുക്ക് ഫ്ലാറ്റ് ബെൽറ്റ് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇത് ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് 2-ലെ 5ാമത്തെ മൊഡ്യൂളിലൊരു പോർഷനാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഫ്ലാറ്റ് ബെൽറ്റ് എന്ന് പറഞ്ഞാൽ? ഈ ഫ്ലാറ്റ് ബെൽറ്റ് എന്ന് പറയുന്നത് ഒരു പവർ ട്രാൻസ്മിഷൻ എലമെൻ്റാണ്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു പവർ ട്രാൻസ്മിഷൻ എലമെൻ്റാണ്. അപ്പോൾ വേറെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പവർ ട്രാൻസ്മിഷൻ എലമെൻ്റ് എന്ന് പറയുന്നത് വി ബെൽറ്റ്, ചെയിൻ, റോപ്പ് എന്നിവയാണ്. ഇപ്പോൾ ഈ ഫ്ലാറ്റ് ബെൽറ്റ് എങ്ങനെയാണ് പവർ ട്രാൻസ്മിഷൻ എലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? അതായത് ഒരു മോട്ടറുമായിട്ട് കണക്ട് ചെയ്ത് മോട്ടോർ ഷാഫ്റ്റിൽ ഒരു ഡ്രൈവ് പുള്ളി ഉണ്ടായിരിക്കും. ഈ ഡ്രൈവ് പുള്ളിയിൽ അതായത് സെൻട്രൽ ഡിസ്റ്റൻസ് എ, ഒരു നിശ്ചിത അകലത്തിലുള്ള ഒരു ഷാഫ്റ്റിൽ ഡ്രിവൺ പുള്ളി ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്തിട്ടായിരിക്കും ബെൽറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡ്രൈവ് പുള്ളിയിലെ റൊട്ടേഷൻ ബെൽറ്റ് വഴി ഡ്രിവൺ പുള്ളിയിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് പവർ ട്രാൻസ്മിഷൻ പോസിബിൾ ആവുന്നത്. അപ്പോൾ ഈ പവർ ട്രാൻസ്മിഷന് പോസിബിൾ ആക്കാൻ വേണ്ടിയുള്ള ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ബെൽറ്റും പുള്ളിയും തമ്മിലുള്ള ഫ്രിക്ഷനാണ്. ബെൽറ്റും പുള്ളിയും തമ്മിൽ ഫ്രിക്ഷൻ ജോയിൻ്റ് കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു പവർ ട്രാൻസ്മിഷൻ പോസിബിൾ ആവുന്നത്. അപ്പോൾ ഈ വീഡിയോ തയ്യാറാക്കിയേക്കുന്നത് ഡിസൈൻ ഡേറ്റ ഹാൻഡ് ബുക്ക് ബൈ കെ മഹാദേവൻ. അതിലെ ഇക്വേഷൻസ് റെഫർ ചെയ്തിട്ടാണ് ഇതിന് ഓരോ സ്റ്റെപ്സും പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഡിസൈൻ പ്രൊസീജിയർ എന്താണെന്ന് പരിചയപ്പെടാം. ഇപ്പോൾ പ്രൈമറി സ്റ്റെപ്പായിട്ട് നമുക്ക് എടുക്കാനുള്ളത് അതിൻ്റെ മെറ്റീരിയലിനെ കുറിച്ചും അതിൻ്റെ പ്രോപ്പർട്ടിയെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ബെൽറ്റിലെ ഇമ്പോർട്ടൻറ്റ് പാർട്ടെന്ന് പറയുന്നത് അതിൻ്റെ ബെൽറ്റ് മെറ്റീരിയലാണ്. അപ്പോൾ അതിനകത്ത് ലെതർ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ലെതർ ഒന്നുകിൽ ഓക്ക് ടാൻഡോ മിനറൽ ടാൻഡോ ആയിരിക്കും. അതിൻ്റെ ഡിസൈൻ സ്ട്രെസ് വാല്യൂ എന്ന് പറയുന്നത് 2 MPa ആണ്. അപ്പോൾ ബെൽറ്റിൽ സാധാരണ വരുന്ന ലോഡ് ടെൻഷൻ ലോഡാണ് വരുന്നത്. ഇനി പുള്ളിയാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട്. അപ്പോൾ ഈ പുള്ളി മെറ്റീരിയൽ സാധാരണ യൂസ് ചെയ്യുന്നത് കാസ്റ്റ് അയൺ ആണ്. എന്തുകൊണ്ടാണ് കാസ്റ്റ് അയൺ ചൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ബെൽറ്റ് ഡ്രൈവിൽ നല്ല വൈബ്രേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡാമ്പിംഗ് പ്രോപ്പർട്ടി കൂടുതലുള്ള കാസ്റ്റ് അയൺ ആണ് ഈ വൈബ്രേഷനെ വിസ്റ്റാൻഡ് ചെയ്യാൻ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽ. അപ്പോൾ അതുകൊണ്ട് അതിന് പുള്ളി മെറ്റീരിയലായിട്ട് കാസ്റ്റ് അയൺ ചൂസ് ചെയ്യും. ഇനി ലെതർ ബെൽറ്റ് ജോയിൻ ചെയ്തതിനെക്കുറിച്ച് അതിൻ്റെ എഫിഷ്യൻസി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇപ്പോൾ ലെതർ ബെൽറ്റ് ജോയിൻ ചെയ്യാൻ പല മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ സിമെൻറ്റഡ് ജോയിൻ്റ് ആണെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി 100% ആയിട്ട് എടുക്കാം. അതല്ല വേറെ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ജോയിൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ടേബിൾ 14.5 പേജ് നമ്പർ 307-ലെ ടേബിൾ 14.5 നോക്കിയാൽ ആ എഫിഷ്യൻസി എത്രയാണെന്ന് കിട്ടും. അതായത് ഇതാണ് ടേബിൾ 14.5. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിമെൻറ്റഡ് എൻഡ്ലെസ് സിമെൻറ്റഡ് അറ്റ് ഫാക്ടറി അങ്ങനെ ഒരു കണ്ടീഷനിലുള്ള ജോയിൻ്റ് ആണെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി 90 to 100% ആണ്. നമുക്ക് 100% എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ എടുക്കാം. അതല്ല ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഈ ജോയിനിനെ കുറിച്ച് വേറൊരു കണ്ടീഷനാണ് പറയുന്നത്. ടൈപ്പ് ഓഫ് ജോയിനിനെ കുറിച്ച് വേറൊരു കണ്ടീഷനാണ് പറയുന്നത്. അതായത് ലേസ്ഡ് വയർ ബൈ മെഷീൻ അങ്ങനെ ഒരു ജോയിൻ്റ് ആണ് പറയുന്നതെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി ലിമിറ്റ് എന്ന് പറയുന്നത് 75 to 85 ആണ്. അപ്പോൾ ആ ലിമിറ്റിലുള്ള വാല്യൂ മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് സർവീസ് ഫാക്ടറാണ്. സർവീസ് കണ്ടീഷൻ ബേസ് ചെയ്തിട്ടുള്ള ഫാക്ടറാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ സാധാരണ എടുക്കുന്നത് 1.2 ആണ്. ഇതല്ല സർവീസ് കണ്ടീഷനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ടേബിൾ 14.8 പേജ് നമ്പർ 310 അത് പ്രിഫർ ചെയ്യാം. എന്തുകൊണ്ടാണ് സർവീസ് ഫാക്ടർ വരിക എന്ന് വെച്ചാൽ സർവീസ് കണ്ടീഷൻ ഇപ്പോൾ ലൈറ്റ് ലോഡ് ആവാം, മീഡിയം ലോഡ് ആവാം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഓപ്പറേഷൻ ആവാം. അങ്ങനെയുള്ള ഒരുപാട് സർവീസ് കണ്ടീഷൻസ് ഉണ്ട്. അത് ബേസ് ചെയ്തിട്ടാണ് സർവീസ് ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പേജ് നമ്പർ 310-ലെ ഈ ഒരു ടേബിൾ നോക്കിയാൽ അതിനകത്ത് ഇതാണ് C1 വാല്യൂ ഡിഫൈൻ ചെയ്തേക്കുന്നത്. 1 എന്ന് പറയുന്ന ഈ ഒരു റോ, അടുത്ത C2 ഈ ഒരു റോ, C3, C4 ആൻഡ് C5. അപ്പോൾ ഇവിടുത്തെ ഓരോ കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ കണ്ടീഷൻസ് ഒന്നുകിൽ ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷൻ നോക്കിയിട്ട് C1, C2, C3, C4, C5 വാല്യൂസ് ചൂസ് ചെയ്യുക, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈനൽ C5 വാല്യൂ കണ്ടുപിടിക്കാം. ഇതല്ല ഈ കണ്ടീഷനെ കുറിച്ച് ഒന്നും പറയുന്നില്ല എങ്കിൽ ജനറലായിട്ട് നമുക്ക് 1.2 സെലക്ട് ചെയ്യാം.
അപ്പോൾ സർവീസ് ഫാക്ടർ സെലക്ട് ചെയ്തതിന് ശേഷം ഡിസൈൻ പവർ ചൂസ് ചെയ്യാം. ഡിസൈൻ പവർ എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ഡയമെൻഷൻ കാൽക്കുലേഷന് വേണ്ടിയിട്ടും ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാനുള്ളത് ഡിസൈൻ പവറാണ്, PD. ഇപ്പോൾ PD വാല്യൂ കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട പവർ പവറിനെ സർവീസ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ 5 kW പവറാണ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഡിസൈൻ പവറായിട്ട് 5 ഇൻറ്റു സർവീസ് ഫാക്ടറായ 1.2 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ ഡിസൈൻ പവറായിട്ട് യൂസ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് മോട്ടോർ പുള്ളിയുടെ ഡയമീറ്റർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മോട്ടോർ പുള്ളി ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പേജ് നമ്പർ 292-ൽ 14.9a ആയിട്ട് കൊടുത്തിട്ടുണ്ട്. D is equal to 630 ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് PD ബൈ ഒമേഗ മാക്സ്. അപ്പോൾ PD വാല്യൂ എന്ന് പറയുന്നത് ഡിസൈൻ പവർ കിലോ വാട്ടിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത്. അടുത്ത ഒമേഗ മാക്സ് കണ്ടുപിടിക്കുന്നത് സ്പീഡ് വെച്ചിട്ടാണ്. അപ്പോൾ മോട്ടോർ പുള്ളിയുടെ RPM ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ആ സ്പീഡ് വെച്ചിട്ട് ഒമേഗ മാക്സ് വാല്യൂ കണ്ടുപിടിക്കുക. ഇക്വേഷൻ പ്രകാരം ഒമേഗ മാക്സ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഡിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദ മോട്ടോർ പുള്ളി കിട്ടും. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ സ്മാളർ ഡയമീറ്റർ ആയിട്ട് വരുന്നത് മോട്ടോർ പുള്ളി ഡയമീറ്ററാണ്. അതായത് ഇപ്പം സ്റ്റെപ്പ് ഡൗൺ ഡിവൈസ് ആണ് സാധാരണ തരുന്നത്. അപ്പോൾ അവിടെ D എന്ന് പറയുന്നത് മിനിമം വാല്യൂ ആയിരിക്കും, ഡയമീറ്റർ ഓഫ് ദ മോട്ടോർ പുള്ളി. അഥവാ ഇനി ബെൽറ്റ് ഡ്രൈവ് യൂസ് ചെയ്യുന്നത് സ്റ്റെപ്പ് അപ്പ് ഡിവൈസ് ആയിട്ടാണെങ്കിൽ മിനിമം ഡയമീറ്റർ വരുന്നത് ഡ്രിവൺ പുള്ളി ഡയമീറ്ററാണ്. അപ്പോൾ ഇവിടെ ബെൽറ്റ് വെലോസിറ്റി V വെച്ചിട്ട് അത് സ്പെസിഫൈ ആയിട്ടുണ്ടായിരിക്കും. ആ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡ്രൈവർ പുള്ളി ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്രിവൺ പുള്ളി ഡയമീറ്ററാണ്. അപ്പോൾ ഡ്രിവൺ പുള്ളി ഡയമീറ്റർ ക്യാപിറ്റൽ D കണ്ടുപിടിക്കുന്നത് ഡ്രൈവർ പുള്ളി ഡയമീറ്റർ സ്മാൾ ഡിയും വെലോസിറ്റി റേഷ്യോവും സ്ലിപ്പും വെച്ചിട്ടാണ്. അപ്പോൾ വെലോസിറ്റി റേഷ്യോ I സാധാരണ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഡ്രിവൺ പുള്ളി സ്പീഡും ഡ്രൈവർ പുള്ളി സ്പീഡും ഉണ്ടായിരിക്കും, N1 N2. അപ്പോൾ അതിൻ്റെ റേഷ്യോ എടുത്താൽ N1/N2 റേഷ്യോ, അതായത് ഇൻപുട്ട് വെലോസിറ്റി ബൈ ഔട്ട്പുട്ട് സ്പീഡ്, ഇൻപുട്ട് സ്പീഡ് ബൈ ഔട്ട്പുട്ട് സ്പീഡ്. അപ്പോൾ ആ ഒരു N1/N2 റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ വെലോസിറ്റി റേഷ്യോ കിട്ടും. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. പിന്നെ ഡ്രൈവർ പുള്ളി ഡയമീറ്റർ സ്റ്റെപ്പ് 2 നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിനകത്ത് അടുത്ത ടേം എന്ന് പറയുന്നത് സ്ലിപ്പ് ഓർ ക്രീപ്പാണ്. അത് 1% to 3% ആണ് സാധാരണ ഉള്ളത്. അതിന് ഇഷ്ടമുള്ളൊരു വാല്യൂ എടുക്കാം. അപ്പോൾ 1% ക്രീപ്പായിട്ടാണ് എടുക്കുന്നതെങ്കിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത് 0.01 ഇവിടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഡ്രിവൺ പുള്ളി ഡയമീറ്റർ കണ്ടുപിടിക്കുക. ഈ ഇക്വേഷൻ ഡേറ്റാ ബുക്കിനകത്ത് തന്നിട്ടുണ്ട്, 14.9b പേജ് നമ്പർ 292-ൽ. ഇനി ഈ സ്റ്റെപ്പ് 2-ലും സ്റ്റെപ്പ് 3-ലും കിട്ടിയ ഡയമീറ്റേഴ്സ് സ്റ്റാൻഡർഡൈസ് ചെയ്യണം. സ്റ്റാൻഡർഡൈസ് ചെയ്യുന്ന ടേബിൾ 14.13b പേജ് നമ്പർ 313-ലുള്ള ടേബിൾ 14.13b നോക്കിയിട്ടാണ്. ഇവിടെ ടേബിൾ തന്നിട്ടുണ്ട്, ഇതാണ് ടേബിൾ 14.13b ടേബിൾ. അപ്പോൾ ഇവിടെ നോക്കിയ സ്റ്റാൻഡേർഡ് നോമിനൽ ഡയമീറ്റേഴ്സ് ഓഫ് കാസ്റ്റ് അയൺ പുള്ളി തന്നിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂ വരുന്നത് 40, 45, 50 അങ്ങനെയുള്ള വാല്യൂസാണ്. അപ്പം ഫോർ എക്സാമ്പിൾ കിട്ടിയ വാല്യൂ 85.7 mm എന്നൊരു വാല്യൂ ആണ് കിട്ടിയതെങ്കിൽ ചൂസ് ചെയ്യാനുള്ള വാല്യൂ 90 ആണ്. അതായത് 80 mm കഴിഞ്ഞാലുള്ള വാല്യൂ 90 mm ആണ് സ്റ്റാൻഡേർഡ് വാല്യൂ. അപ്പോൾ അതാണ് ചൂസ് ചെയ്യാനുള്ളത്. അനദർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പം 137 mm എന്ന് ഡയമീറ്റർ കിട്ടിയെങ്കിൽ ചൂസ് ചെയ്യാനുള്ള വാല്യൂ 140 mm ആണ്. അതായത് 125 കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് വാല്യൂ 140 mm ആണ്. അത് വേണം ചൂസ് ചെയ്യാൻ. അപ്പോൾ സ്റ്റെപ്പ് 4 കഴിഞ്ഞാൽ ഫോളോ ചെയ്യാനുള്ളത് സ്റ്റെപ്പ് 5, കാൽക്കുലേഷൻ ഓഫ് ബെൽറ്റ് സ്പീഡ്. ബെൽറ്റ് സ്പീഡാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ബെൽറ്റ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ V is equal to pi d1 n1 ഇൻറ്റു 1 മൈനസ് എപ്സിലോൺ ഡിവൈഡ് ബൈ 60. അപ്പോൾ അതിനകത്ത് രണ്ട് വേരിയബിളാണ് മെയിനായിട്ടുള്ളത്. D1 ഡയമീറ്റർ ഓഫ് ദ ഡ്രൈവർ, അതായത് സ്മാൾ d. അടുത്തത് N1 RPM ഓഫ് ദ ഡ്രൈവർ, അതിൻ്റെ RPM വാല്യൂ. ഇത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന ആൻസർ മീറ്റർ പെർ സെക്കൻഡിലുള്ള വാല്യൂ ആണ് യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനകത്ത് ഈ സ്ലിപ്പാണ് എപ്സിലോൺ ആയിട്ട് തന്നിരിക്കുന്നത്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബെൽറ്റ് സ്പീഡ് കണ്ടുപിടിക്കുക. അത് മീറ്റർ പെർ സെക്കൻഡിലുമാണ് കണ്ടുപിടിക്കാൻ.
അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെൻറ്റർ ഡിസ്റ്റൻസ് കാൽക്കുലേഷൻ ആണ്. അപ്പം അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ പേജ് നമ്പർ 290 14.2D ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയമീറ്റർ ഓഫ് ദ പുള്ളിയും ഡയമീറ്റർ ഓഫ് ദ പുള്ളി രണ്ടെണ്ണം അറിയാമല്ലോ, ഡ്രിവൺ പുള്ളിയും ഡ്രൈവർ പുള്ളിയും ഡയമീറ്റർ നമുക്ക് വാല്യൂ കിട്ടി. അപ്പോൾ ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സെൻറ്റർ ഡിസ്റ്റൻസ് സി കണ്ടുപിടിക്കാം. അപ്പോൾ സി കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, അതിൻ്റെ വാല്യൂ ഇക്വേഷൻ തന്നേക്കുന്നത് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഇൻറ്റു ഡി പ്ലസ് ഡി ആയിട്ടാണ് തന്നേക്കുന്നത്. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സി കണ്ടുപിടിക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ പുള്ളി ആൻഡ് ബെൽറ്റ് അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാൽക്കുലേഷനാണ്. കാര്യം ഈ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഉപയോഗിച്ചിട്ടാണ് പവർ ട്രാൻസ്മിഷനിലെ ഒരു പവറിൻ്റെ ഇക്വേഷനിലെ ഒരു വേരിയബിളും കൂടെയാണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 14.3 പേജ് നമ്പർ 290 തന്നിട്ടുണ്ട്. അപ്പോൾ ലെതർ മെറ്റീരിയലിനുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനാണ് അപ്പോൾ സാധാരണ ബെൽറ്റ് മെറ്റീരിയൽ ലെതർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വാല്യൂ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മ്യൂ ഇസ് ഈക്വൽ ടു 0.54 മൈനസ് 0.712 ഡിവൈഡ് ബൈ 2.542 പ്ലസ് വി. ഈ വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ പുള്ളിയാണ്. അത് പ്രീവിയസ് സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കിട്ടും. ഇനി അതല്ല വേറെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഇനി ഫ്രിക്ഷൻ്റെ കാര്യത്തിൽ സ്പെസിഫൈ ചെയ്ത് എന്തെങ്കിലും ഡേറ്റ പറയുന്നുണ്ടെങ്കിൽ ടേബിൾ 14.2B നോക്കാം, പേജ് നമ്പർ 305. അപ്പോൾ ഇതാണ് ടേബിൾ 14.2B 305 പേജ് ഡേറ്റ. അപ്പോൾ രണ്ട് ടേബിൾ ഉണ്ട്, 14.2A റെഫർ ചെയ്യാം, അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഓഫ് ബെൽറ്റ് ആൻഡ് ഫോർ ബെൽറ്റ്സ് ആൻഡ് പുള്ളി മെറ്റീരിയൽസ്. അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്ന ബെൽറ്റ് മെറ്റീരിയലിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള ബെൽറ്റ് മെറ്റീരിയലാണ്. ഇപ്പോൾ ലെതറിൻ്റെ കേസിലാണ് ആ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം അതല്ല വേറെ മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് പുള്ളി മെറ്റീരിയൽ നോക്കിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ വാല്യൂ ചൂസ് ചെയ്യാം. അതല്ല ഇപ്പോൾ അയൺ പുള്ളി ആണെങ്കിലും, ലെതർ ബെൽറ്റ് അയൺ പുള്ളി ആണെങ്കിലും ഈ ടേബിൾ നോക്കിയിട്ട് വെലോസിറ്റി വാല്യൂ നോക്കിയിട്ട് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ വാല്യൂ ചൂസ് ചെയ്യാം. ഇനി അടുത്ത കേസിൽ വരുന്നത് വെലോസിറ്റി. ഇപ്പോൾ വെലോസിറ്റി ഗ്രേറ്റർ ദാൻ 10 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ നമ്മളിവിടെ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ കൺസിഡർ ചെയ്യണം. അതായത് ഇക്വേഷൻ റേഷ്യോ ബെൽറ്റ് ടെൻഷൻ എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ കൂടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ അടുത്ത സ്റ്റെപ്പായിട്ട് പറയാം. ഈ ഡിസൈൻ പ്രൊസീജിയറിലെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ബെൽറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ലെങ്ത് ഓഫ് ദ ബെൽറ്റ് കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇപ്പോൾ ബെൽറ്റ് ഡ്രൈവ് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇപ്പോൾ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ആണോ ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവ് ആണോ എന്ന് പറയും. അതല്ല എങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളവർ ഇഷ്ടമുള്ളവരെണ്ണം ചൂസ് ചെയ്യാം. അപ്പോൾ അതിന് പേജ് നമ്പർ 290 കറസ്പോണ്ടിങ് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. 290 നോക്കിയാൽ 14.2B ആണ് ലെങ്ത് ഓഫ് ഓപ്പൺ ബെൽറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇപ്പോൾ ക്രോസ്ഡ് ബെൽറ്റ് ആണെങ്കിൽ 14.2C റെഫർ ചെയ്താൽ മതിയാവും. ഇപ്പോൾ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ നോക്കിയാൽ അടുത്ത വേരിയബിൾ സിയും ക്യാപിറ്റൽ ഡിയും സ്മാൾ ഡി ആണ്. ഇപ്പോൾ സി എന്ന് പറയുന്നത് സെൻട്രൽ ഡിസ്റ്റൻസ് ആൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. സ്മാൾ ഡിയും ക്യാപിറ്റൽ ഡിയും, സ്മാൾ ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ ഡ്രൈവർ പുള്ളിയും ക്യാപിറ്റൽ ഡി ഡയമീറ്റർ ഓഫ് ദ ഡ്രിവൺ പുള്ളിയാണ്. ആ രണ്ട് വാല്യൂസും പ്രീവിയസ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ ലെങ്ത് ഓഫ് ദ ബെൽറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നേരത്തെ റെഫർ ചെയ്ത സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇമ്പരിക്കൽ ഫോർമുലയാണിത്, 14.2D സി വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ അവിടെ നോക്കിയാൽ മനസ്സിലാവും 1.5 to 2 ടൈംസ് ഡി പ്ലസ് ഡി. അപ്പോൾ ചൂസ് ചെയ്ത് 2 ടൈംസ് ഡി പ്ലസ് ഡി എന്നുള്ള വാല്യൂ ആണ്. അപ്പോൾ ഇനി നേരത്തെ കണ്ട ബാർത്ത് ഫോർമുല, ഇപ്പോൾ ഇക്വേഷൻ 14.3 ആ സീരീസിൻ്റെ താഴെയായിട്ട് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പേജ് നമ്പർ ഈ ഒരു പേജിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് കോണ്ടാക്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഡിറ്റർമിൻ ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഇപ്പോൾ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ആവാം, ക്രോസ് ബെൽറ്റ് ഡ്രൈവ്, അത് ഏതാണോ ചൂസ് ചെയ്തത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ഓഫ് കോണ്ടാക്ട് വേണം. അപ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് പവറിൻ്റെ ഇക്വേഷനിൽ ആവശ്യമായിട്ട് വരും, റേഷ്യോ ബെൽറ്റ് ടെൻഷനിലും ആവശ്യമായിട്ട് വരും, ആ വാല്യൂ ആവശ്യമായിട്ട് വരും. അപ്പോൾ റെഫർ ചെയ്യാനുള്ള ഇക്വേഷൻ പേജ് നമ്പർ 289 14.1A ഓർ 14.2A ആണ്. അപ്പോൾ ഇക്വേഷൻ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഇക്വേഷൻ 14.1A ഇക്വേഷൻ. അപ്പോൾ
ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ആണെങ്കിൽ നമുക്ക് 14.1A 1B യൂസ് ചെയ്ത് സ്മാളർ പുള്ളിയിലെ ആംഗിളും ലാർജർ പുള്ളിയിലെ ആംഗിളും കണ്ടുപിടിക്കാം. അപ്പോൾ സ്മാളർ പുള്ളിയിലെ ആംഗിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാരണ. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് പൈ മൈനസ് D/C. അപ്പോൾ എല്ലാ വാല്യൂസും അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ ഇത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അഥവാ ഇനി ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവ് ആണെങ്കിൽ തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, പൈ പ്ലസ് D+D/C. ഈ ഇക്വേഷൻ യൂസ് ചെയ്താലും മതിയാവും, 14.2A. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബെൽറ്റിൻ്റെ അടുത്ത ഡയമെൻഷൻ എന്ന് പറയുന്നത് വിഡ്ത്താണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത് കണ്ടുപിടിച്ചു, ആംഗിൾ ഓഫ് കോൺടാക്ട് കണ്ടുപിടിച്ചു. ഇനി വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യണം. വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ പവറിൻ്റെ ഇക്വേഷൻ, അതായത് 14.5A പേജ് നമ്പർ 291 കൊടുത്തിട്ടുണ്ട്, ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. 14.5A പവറിൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ പവറിൻ്റെ ഇക്വേഷനിലെ വേരിയബിൾ നോക്കിയാൽ ബി അതാണ് വിഡ്ത്ത്, കണ്ടുപിടിക്കാനുള്ള വിഡ്ത്ത്, ടി തിക്നെസ്, വി വെലോസിറ്റി, ദെൻ സിഗ്മ ഡി എന്ന് പറയുന്ന വാല്യൂ ബെൽറ്റ് മെറ്റീരിയലിൻ്റെ അലോവബിൾ സ്ട്രെസ്, അതായത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ പരിചയപ്പെട്ടായിരുന്നു, 2 MPa. ദെൻ ഡബ്ല്യു വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഡെൻസിറ്റി, ബെൽറ്റ് മെറ്റീരിയൽ ഡെൻസിറ്റി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. വി സ്ക്വയർ, വി എന്ന് പറയുന്ന വെലോസിറ്റി, ജി 9.8, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.81. ദെൻ നെക്സ്റ്റ് വേരിയബിൾസ് നോക്കുമ്പോൾ മ്യൂ, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ, തീറ്റ, ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഇനി ജോയിൻ്റ് എഫിഷ്യൻസി ഇവിടെയാണ് യൂസ് ചെയ്യുന്നത്. ജോയിൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമ്മളത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വാല്യൂസിൽ വേരിയബിൾ നോക്കിയാൽ ഇവിടെ തിക്നെസ് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തിക്നെസ് അറിയത്തില്ല എങ്കിൽ ഈ ഒരു തമ്പ് റൂൾ യൂസ് ചെയ്യാം, ഡി മിനിമം ബൈ ടി ലെസ് ദാൻ 50. അതായത് ഇപ്പോൾ ഡി മിനിമം ബൈ ടി ഈക്വൽ ടു 50 എന്ന് എടുത്തിട്ട് നമുക്ക് തിക്നെസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഡി മിനിമം എന്ന് ഉദ്ദേശിക്കുന്നത് സ്മാളർ ഡയമീറ്റർ ആണ്. ഇപ്പോൾ പുള്ളി ഡയമീറ്റർ ആണ് സ്മാളർ എങ്കിൽ ഡി മിനിമത്തിൻ്റെ അവിടെ പുള്ളി ഡയമീറ്റർ കൊടുത്ത് തിക്നെസ് ടി കണ്ടുപിടിക്കാം. ആ തിക്നെസ് നമുക്ക് ഈ ഇക്വേഷനിൽ യൂസ് ചെയ്യാം. ഈ ഇക്വേഷനിലുള്ള വേരിയബിൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഡിസൈൻ പവർ പി ഡി നമുക്കറിയാം. അപ്പോൾ ഈ ഇക്വേഷനിലെ വേരിയബിൾ എന്ന് പറയുന്നത് ബി ആണ്, വിഡ്ത്ത് ബി ആണ്. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അവിടെ ഒരു ടേബിൾ റെഫർ ചെയ്യുന്നുണ്ട്, ടേബിൾ 14.1 തിക്നെസ് വേണ്ടിയിട്ട്. അത് ഈ ഒരു തമ്പ് റൂൾ ഉപയോഗിച്ചും കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ 14.1 റെഫർ ചെയ്താലും മതി. അപ്പോൾ കൂടാതെ ബെൽറ്റ് ഡ്രൈവിൽ കാൽക്കുലേഷൻ, വിഡ്ത്ത് ഓഫ് ദ ബെൽറ്റ് കാൽക്കുലേഷൻ കഴിയുമ്പോൾ നമുക്കത് സ്റ്റാൻഡർഡൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റെഫർ ചെയ്യാനുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഇപ്പോൾ അതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ബെൽറ്റ് ഗ്രേഡ്, ഇപ്പം വാല്യൂ 103 ആണ് വാല്യൂ കിട്ടിയതെങ്കിൽ അവിടുത്തെ ഇൻക്രിമെൻറ്റ് ഇപ്പോൾ 102 കഴിഞ്ഞ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്, 103 ആണ് എനിക്ക് കാൽക്കുലേഷൻ വഴി കിട്ടിയ ബെൽറ്റിൻ്റെ വിഡ്ത്ത്. പക്ഷേ അത് സ്റ്റാൻഡേർഡായിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, സ്റ്റാൻഡേർഡ് വാല്യൂ അല്ല. അപ്പോൾ അതെന്ത് ചെയ്യും? അപ്പോൾ അവിടെ റേഞ്ച് വന്നിട്ടുണ്ട് 102 to 198. ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ 103 എന്ന് പറയുന്ന വാല്യൂ എനിക്ക് വിഡ്ത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പകരം 102 + 12 ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാണ്? 114 mm ആണ് എനിക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നെക്സ്റ്റ് വിഡ്ത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അനദർ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇപ്പം 13.5 ആണ് എനിക്ക് വിഡ്ത്തായിട്ട് ഒരു കാൽക്കുലേഷൻ വഴി കിട്ടിയത്. അപ്പോൾ 13.5 എന്ന് പറയുന്ന വാല്യൂ 12നും 24നും ഇടയ്ക്കാണ്. പക്ഷേ അവിടുത്തെ ഇൻക്രിമെൻറ്റ് 12 കഴിഞ്ഞാൽ ഇൻക്രിമെൻറ്റ് വരുന്നത് by 3, അപ്പം 3 വെച്ചാണ് കൂടിപ്പോകുന്നത്. 12 കഴിഞ്ഞാൽ അടുത്ത വാല്യൂ എന്ന് പറയുന്നത് 15 ആണ്. 12 + 3 15 ആണ് വരുന്നത്. അപ്പം ഈ 15 ആണ് എനിക്ക് സ്റ്റാൻഡേർഡ് വിഡ്ത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനകത്ത് ഈ സ്റ്റെപ്പ് 10 ഫോളോ ചെയ്ത് നമുക്ക് വിഡ്ത്ത് ഓഫ് ദ ബെൽറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ അവിടെയുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള വാല്യൂസ് എല്ലാം നമുക്ക് ഒന്നെങ്കിൽ പ്രീവിയസ് സ്റ്റെപ്പിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. ഇതാണ് പേജ് നമ്പർ 291 തന്നേക്കുന്ന ഇക്വേഷൻ, പവർ ട്രാൻസ്മിറ്ററിൻ്റെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വിഡ്ത്ത് ഓഫ് ദ ബെൽറ്റ് കണ്ടുപിടിച്ചത്.
ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മൾ ഇവിടെ ഈ ഒരു ഗിവൺ ഇക്വേഷൻ 14.5a ജോയിൻ്റ് എഫിഷ്യൻസി കാര്യം ഡിഫൈൻ ചെയ്തിട്ടില്ല. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഒരു ഡേറ്റ കൂടെ ആ ഒരു കാര്യം കൂടെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേണം കാൽക്കുലേഷൻ ചെയ്യാൻ. പിന്നെ പവർ, ഡിസൈൻ പവർ വേണം ചൂസ് ചെയ്യാൻ. ഇപ്പോൾ സർവീസ് ഫാക്ടറിനെ കുറിച്ച് എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസൈൻ പവറെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പിയുടെ പ്ലേസിൽ ഡിസൈൻ പവർ വേണം യൂസ് ചെയ്യാൻ. ഡിസൈൻ പവർ അറിയാമല്ലോ, പി ഡി ഈസ് ഈക്വൽ ടു സർവീസ് ഫാക്ടർ ഇൻറ്റു പവർ ടു ബി ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട പവർ പി ആണ്. പി ഇൻറ്റു സി എസ് ഈസ് ഈക്വൽ ടു പി ഡി എന്ന് വരും. അപ്പോൾ ആ പി ഡി വാല്യൂ ആണ് ഇവിടെ യൂസ് ചെയ്യാൻ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, വെയിറ്റ് ഡെൻസിറ്റി. ഇപ്പോൾ ബെൽറ്റ് മെറ്റീരിയൽ, ലെതർ ബെൽറ്റ് മെറ്റീരിയലിൻ്റെ വെയിറ്റ് ഡെൻസിറ്റിയാണ് ഡബ്ല്യു. ആ വാല്യൂ വേണം ഡബ്ല്യു ആയിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അതിനകത്ത് യൂണിറ്റ് ശ്രദ്ധിക്കുക. വെയിറ്റ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബിലെ വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറുള്ള വാല്യൂ, ആ വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത്. പിന്നെ വെലോസിറ്റി ശ്രദ്ധിക്കുക. വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡിലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ സിഗ്മ ഡി, ഡിസൈൻ സ്ട്രെസ് തന്നേക്കുന്നത് 2.06 മെഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, ആ വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഇപ്പോൾ ലെതർ ബെൽറ്റ് ആണെങ്കിൽ ആ വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇപ്പോൾ എക്സാമിന് വരുന്ന പ്രോബ്ലത്തിൽ ഗിവൺ ഡേറ്റയിൽ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ദ ബെൽറ്റ് മെറ്റീരിയൽ ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ അത് ഇപ്പോൾ ബെൽറ്റ് മെറ്റീരിയൽ ആയിട്ട് ലെതർ ആണല്ലോ ചൂസ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്ന വാല്യൂ ശ്രദ്ധിക്കുക, 9810 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബാണ് സാധാരണയുള്ള വാല്യൂ. അത് വേണം നമ്മൾ വെയിറ്റ് ഡെൻസിറ്റി ആയിട്ട് സെലക്ട് ചെയ്യാനുള്ളത്. ഇനി നെക്സ്റ്റ് ശ്രദ്ധിക്കാനുള്ളത് സ്റ്റെപ്പ് നമ്പർ 11 ആണ്, കാൽക്കുലേഷൻ ഓഫ് വാല്യൂസ് T1, T2, T0. ഇപ്പോൾ T1 എന്ന് പറയുന്നത് ടൈറ്റ് സൈഡിലെ ടെൻഷൻ, ബെൽറ്റ് ഡ്രൈവിൽ ടൈറ്റ് സൈഡിലെ ടെൻഷൻ T1. T2 എന്ന് പറയുന്നത് സ്ലാക്ക് സൈഡിലെ ടെൻഷൻ T2. അടുത്ത T0 ഇനീഷ്യൽ ടെൻഷനാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. 14.5a ഇക്വേഷൻ 14.5a പേജ് നമ്പർ 291 പവറിൻ്റെ ഇക്വേഷൻ ഉണ്ട്. പി ഡി ഈസ് ഈക്വൽ ടു T1 മൈനസ് T2 ഡിവൈഡ് ബൈ T1 മൈനസ് T2 ഇൻറ്റു വി ഡിവൈഡ് ബൈ 1000. അപ്പോൾ അതിനകത്തുള്ള രണ്ട് വേരിയബിൾ ഉണ്ട്, T1 T2. അപ്പോൾ അതിനകത്ത് അറിയാമെന്നുള്ള കാര്യം പി ഡി ഡിസൈൻ പവർ അറിയാം, വെലോസിറ്റി അറിയാം. അപ്പോൾ ആ ഒരു എക്സ്പ്രഷൻ വഴി നമുക്ക് T1 T2 ഉള്ള ഒരു എക്സ്പ്രഷൻ കിട്ടും. രണ്ട് വേരിയബിൾ ഉള്ളതുകൊണ്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ T1 T2 ഉള്ളൊരു എക്സ്പ്രഷൻ കിട്ടും. ഇനി അടുത്ത് ചൂസ് ചെയ്യാൻ പറ്റിയ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, 14.3 പേജ് നമ്പർ 290 14.3c. അതായത് റേഷ്യോ ബെൽറ്റ് ടെൻഷൻസ് T1 മൈനസ് ടി സി ബൈ T2 മൈനസ് ടി സി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മ്യൂ തീറ്റ. അതിനകത്ത് തീറ്റ വാല്യൂ, ആംഗിൾ ഓഫ് കോൺടാക്ട് അറിയാം, മ്യൂ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ അറിയാം, T1 T2 അൺനോൺ. ഇവിടെ ഉള്ള അടുത്ത വേരിയബിൾ ടി സി. ടി സി എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ ടെൻഷനാണ്, നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് കൂടുതലാണെങ്കിൽ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഇക്വേഷൻ 14.3e നോക്കിയാൽ നിങ്ങൾക്ക് സെൻട്രിഫ്യൂഗൽ ടെൻഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടും. ടി സി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബി ടി വി സ്ക്വയർ ഡിവൈഡ് ബൈ 10⁻⁶ ഇൻറ്റു ജി. അപ്പോൾ അതിനകത്ത് ഓരോ വാല്യൂസ് നമ്മൾ പ്രീവിയസ് സ്റ്റെപ്പുകളായിട്ട് കണ്ടുപിടിച്ചു, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ടി സി വാല്യൂ കണ്ടുപിടിക്കുക. അതിനുശേഷം ഈ ഒരു ഇക്വേഷൻ 14.3cയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് T1ൻ്റെയും T2ൻ്റെയും വേറൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഈ 14.5a ഇത് ഇക്വേഷൻ നമ്പർ 1, അത് ബേസ് ചെയ്തിട്ടുള്ള T1 T2 ഇക്വേഷൻ നമ്പർ 1. ഇത് 14.3c വെച്ചിട്ടുള്ള ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് ഇക്വേഷൻ രണ്ട് അൺനോൺ ഉണ്ട്, T1 T2. ഇത് രണ്ട് സോൾവ് ചെയ്ത് T1ൻ്റെയും T2ൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ T1ൻ്റെയും T2 വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം പേജ് നമ്പർ 291 14.8 ഇക്വേഷനിൽ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇനിഷ്യൽ ടെൻഷൻ T0 ആ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഈ ഇക്വേഷൻസ് എല്ലാം നിങ്ങളുടെ ഡേറ്റാ ബുക്കിനകത്ത് തന്നിട്ടുണ്ട്. 14.3c ഇതാണ് ഡേറ്റാ ബുക്കിനകത്തുള്ള ഇക്വേഷനാണ്. T1 മൈനസ് ടി സി ബൈ T2 മൈനസ് ടി സി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മ്യൂ തീറ്റ. അപ്പോൾ ഇക്വേഷൻ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, പേജ് നമ്പർ നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇത്രയും കഴിയുമ്പോൾ ഈ ഡിസൈൻ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആവും. അതായത് ഇപ്പോൾ ബെൽറ്റ് ഡ്രൈവിലെ കോമൺ ആയിട്ടുള്ള ഡേറ്റാസ്, അതായത് ആ ബെൽറ്റ് ഡ്രൈവിൻ്റെ മെറ്റീരിയൽ,
ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള സെലക്ട് ചെയ്യുന്നു. ബെൽറ്റ് ഡ്രൈവിൻ്റെ മെറ്റീരിയൽ ലെതറായി സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ ഡിസൈൻ സ്ട്രെസ് 2 MPa ആയിട്ട് ചൂസ് ചെയ്യുന്നു. ദെൻ പുള്ളി മെറ്റീരിയൽ കാസ്റ്റിനായിട്ട് ചൂസ് ചെയ്യുന്നു. ദെൻ ജോയിൻ്റ് റിക്വയർഡ് ഏതെന്ന് നോക്കുന്നു, അതിൻ്റെ എഫിഷ്യൻസി, സർവീസ് കണ്ടീഷൻ നോക്കുന്നു, സർവീസ് ഫാക്ടർ കണ്ടുപിടിക്കുന്നു, ഡിസൈൻ പവർ കണ്ടുപിടിക്കുന്നു. അതാണ് പ്രൈമറി സ്റ്റെപ്പായിട്ടുള്ളത്. അതിനുശേഷം പ്രൈമറി സ്റ്റെപ്പ് 2-ലായിട്ട് ഡയമീറ്റർ ഓഫ് ദ പുള്ളി ഡയമീറ്റർ കണ്ടുപിടിക്കുന്നു. അപ്പോൾ പുള്ളി ഡയമീറ്റർ കണ്ടുപിടിക്കുന്ന പവറും അതിൻ്റെ വെലോസിറ്റി RPM സ്പീഡും വെച്ചിട്ടാണ് പുള്ളി ഡയമീറ്റർ കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം പുള്ളി ഡയമീറ്റർ 2 പുള്ളി ഉണ്ടല്ലോ, ഡ്രൈവിംഗ് പുള്ളിയും ഡ്രിവൺ പുള്ളിയുണ്ട്. അത് രണ്ടിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുന്നു, സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. ദെൻ ബെൽറ്റ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം ചെയ്യുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ കണ്ടുപിടിക്കുന്നു. ദെൻ ലെങ്ത് ഓഫ് ദ ബെൽറ്റ്, ലെങ്ത് ഓഫ് ദ ബെൽറ്റിന് ശേഷം ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ കണ്ടുപിടിക്കുന്നു. അതിനുശേഷമുള്ള മേജർ കാൽക്കുലേഷൻ വിഡ്ത്താണ്. ബെൽറ്റിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കാൻ തിക്നെസ് യൂസ് ചെയ്യുന്നത് ഒരു തമ്പ് റൂൾ യൂസ് ചെയ്യാം. D/TC <50 എന്നുള്ള D min/T <50 എന്നുള്ള കണ്ടീഷൻ എടുത്തിട്ട് T കണ്ടുപിടിച്ചതിന് ശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ഇക്വേഷൻ 14.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വിഡ്ത്ത് ഓഫ് ദ ബെൽറ്റ് കണ്ടുപിടിക്കാം. അവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം W ഡെൻസിറ്റി ഓഫ് ദ ബെൽറ്റ് ആണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലെതർ ആണെങ്കിൽ 9810 Nm/m³ യൂസ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം ബെൽറ്റ് എടുത്ത് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. അതിന് കഴിഞ്ഞതിന് ശേഷം അടുത്ത കാര്യം അതിൻ്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 14.3 ആ ഇക്വേഷൻ പ്രകാരം ഇപ്പോൾ വെലോസിറ്റി > 10 m/s ആണെങ്കിൽ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ കണ്ടുപിടിക്കാം. അതിനുശേഷം കണ്ടുപിടിക്കാനുള്ളത് ബെൽറ്റ് ടെൻഷൻസ്, ലാസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ബെൽറ്റ് ടെൻഷൻസ് T1, T2, T0 ഇനിഷ്യൽ ടെൻഷൻ. അപ്പോൾ T1, T2 രണ്ട് അൺനോൺസ് ഉണ്ട്. അപ്പോൾ രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്യാം. 14.5a ഇക്വേഷനും 14.3c ഇക്വേഷനും. അതിനകത്ത് സ്യൂട്ടബിളായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് T1, T2 വേരിയബിൾ ആയിരിക്കും. അപ്പോൾ രണ്ട് ഇക്വേഷൻ, രണ്ട് അൺനോൺ പ്രോബ്ലം സോൾവ് ചെയ്ത് T1, T2 കണ്ടുപിടിക്കാം. അതിനുശേഷം ലാസ്റ്റിൽ ഇനിഷ്യൽ ടെൻഷനും കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് ഡിസൈൻ പ്രൊസീജിയർ ഫോർ ഫ്ലാറ്റ് ബെൽറ്റ്.